പറഞ്ഞല്ല, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ്. എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ വന്ന് കൈരളിക്കാരൻ വീണ്ടും പത്മജ എന്ന് പറയുന്ന വിഷയം എടുത്തിട്ടിട്ട് വീണ്ടും അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് CPM-ന്റെ അജണ്ടയാണ്. CPM ആണ് ഇടനിലക്കാരായി അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കാൻ നിന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറെ പേര് പറഞ്ഞല്ലോ, ദല്ലാൽ നന്ദകുമാർ പറഞ്ഞല്ലോ. ഈ ദല്ലാൽ നന്ദകുമാറിന്റെ ഫോണിലൊക്കെയാണ് കേരളത്തിലെ CPM-ന്റെ ഓപ്പറേഷൻ നടക്കുന്നത്. ദല്ലാൽ നന്ദകുമാറൊക്കെയാണ് CPM-ന് ഇടനിലക്കാരായി നിൽക്കുന്നത്. ദല്ലാൽ നന്ദകുമാറിന്റെ ഫോണിലാണ് കോൺഗ്രസ് നേതാക്കന്മാരെ CPM-ൽ കൊണ്ടുവരാനും BJP കൊണ്ടുപോകാനൊക്കെ കേരളത്തിലെ CPM നേതാക്കന്മാർ ശ്രമിക്കുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? നാണമുണ്ടോ നിങ്ങൾക്ക്? ദല്ലാൽ നന്ദകുമാർ ഇടനിലക്കാരൻ, കേരളത്തിലെ CPM-കാരന്റെ. ഇവിടെ ഒരു വ്യവസായ പ്രമുഖൻ വന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞല്ല, എന്നെ എങ്ങാനും അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചയ്ക്കകം മുഖ്യമന്ത്രിയുടെ ഓമന മകളെ ഞാൻ ജയിലിലാക്കുമെന്ന്. ഒരുത്തരും മിണ്ടിയില്ലല്ലോ. നട്ടല്ലല്ലോ, ഒരു CPM-കാരനും ഉണ്ടായില്ലല്ലോ പറയാൻ, മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ലല്ലോ. ഒരുത്തരും പറഞ്ഞില്ലല്ലോ, ഒരൊറ്റൊരുത്തരും പറഞ്ഞില്ലല്ലോ, മറുപടി പറഞ്ഞില്ലല്ലോ. ഇവിടെ പേടിച്ചോടിയാ, ഒരാളെ കണ്ടില്ലല്ലേ. ആരെങ്കിലും ഏതെങ്കിലും CPM നേതാവ് വന്ന് നീ ആരോടാണെന്നെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരുത്തരും കണ്ടില്ലല്ലോ, പേടിച്ചോടിപ്പോയല്ലേ. അപ്പോൾ പേടിയുണ്ട്. അപ്പം നിങ്ങൾ ഈ പരിപാടി എല്ലാം ചെയ്തിട്ട് എല്ലാ ദിവസവും വന്ന് അത് ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആ ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. ഇനിയൊന്നുമില്ല അതിൽ ചർച്ച. ആണോ? നോക്കി കൊണ്ടുപോയിക്കോട്ടെ. നിങ്ങൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ നിങ്ങളുടെ നേതാക്കളോട്. CPM അല്ല, ഇലക്ഷൻ കാലത്ത് ഇവരെല്ലാവരും വിളിച്ചിട്ടുണ്ട്, കുറേ ആളുകളെ വിളിച്ചിട്ടുണ്ട്. വരുമോ ഇല്ലെന്ന് നോക്കി. കാരണം തൃക്കാക്കരയിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ആർക്കെങ്കിലും പരിഭവമുണ്ടോ, ആർക്കെങ്കിലും വിഷമമുണ്ടോ, വിഷമം ഉണ്ടാകാൻ സാധ്യത ആർക്കെങ്കിലും ഉണ്ടോ, അവരൊക്കെ കാലുമാറ്റം നോക്കിയിട്ടുണ്ട്. നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ കാര്യമുള്ളൂ. അപ്പം ഇവരെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം പണിയാണ്, സെയിം ആളുകളാണ് ഇതിനെല്ലാം വേണ്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്യണത്. മനസ്സിലായില്ലേ? ദല്ലാൽ നന്ദകുമാർ, ഇതാണ് CPM-ന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ കേരളത്തിലെ ഓപ്പറേഷൻ നടത്തുന്നത്. അയാളുടെ ഫോണിൽ കൂടിയാണ് കേരളത്തിലെ CPM പ്രവർത്തിക്കുന്നത്. നാണം ഉണ്ടെങ്കിൽ അത് എനിക്ക് മറുപടി പറ. ഞങ്ങൾക്ക് ഇയാളുമായിട്ട് ഒരു ബന്ധമില്ലെന്നൊന്ന് പറ. ദല്ലാൽ നന്ദകുമാറുമായിട്ട് കേരളത്തിലെ CPM-ന് ഒരു ബന്ധവുമില്ല എന്ന് ധൈര്യം ഉണ്ടെങ്കിൽ പറ. ME ഗോവിന്ദമ്മ എന്ന് പറ, CPM സംസ്ഥാന സെക്രട്ടറി. നിങ്ങൾ എത്ര ഡീജനറേഷനാണ്, ജീർണതയാണ് കേരളത്തിലെ ഈ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത്. ജീർണത സംഭവിച്ച പാർട്ടിയായി കേരളത്തിലെ CPM മാറിയിരിക്കുക. ശരി, ആകെ പറഞ്ഞത് ചർച്ചയല്ല. അവരെ ഫോണിൽ വിളിച്ച് അവരെ വിളിച്ചിരുന്നു, ഞങ്ങളെ അറിയിച്ചിരുന്നു. കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ആളെ കബളിപ്പിക്കാൻ പറയണ. കേന്ദ്ര നിയമമാണ്, പാർലമെന്റ് പാസ്സാക്കിയ നിയമം, അവിടെ നോട്ടിഫിക്കേഷൻ വന്ന തത്വം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്നതിനെ കാപട്യമാണ്. അതല്ല വേണ്ടത്. അത് വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി പറയാണ്. ആദ്യം പിണറായി വിജയൻ ചെയ്യേണ്ടത് 2019 നടന്ന പ്രക്ഷോഭത്തിലുണ്ടായ മുഴുവൻ കേസുകളും പിൻവലിക്കണം. ആ കേസുകളെല്ലാം പിൻവലിച്ചിട്ട് ഈ പൗരത്വ നിയമം രാജ്യത്ത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കുചേരണം. ഇത് BJP-യുടെ കൂടെയാണ്, മനസ്സ് BJP-യുടെ കൂടെയാണ്. എന്നിട്ട് അതിനെതിരായി സമരം ചെയ്ത ആളുകൾക്കെതിരായി 5 കൊല്ലമായിട്ട് അവർ കോടതി കയറി കിടക്കുക. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആ കേസ് പിൻവലിക്കുന്നത്. ആത്മാർത്ഥത ആദ്യം തെളിയിക്കേണ്ടത് ആ കേസ് പിൻവലിക്കണം. പിന്നെ കേരളത്തിൽ നടപ്പാക്കൂല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതിനൊരു പ്രസക്തിയില്ല, അപ്രസക്തമാണത്. അത് കേന്ദ്ര നിയമമാണ്, രാജ്യത്ത് മുഴുവൻ ബാധകമാണ്, ആപ്ലിക്കബിൾ ആണ്. ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കിയ ആപ്ലിക്കബിൾ ആണ്. അതിനെതിരായിട്ട് നിയമപരമായ മാർഗങ്ങളും തേടി അതിനെതിരായ സമരങ്ങൾ ചെയ്ത് അത് അവരെ കൊണ്ട് പിൻവലിപ്പിക്കാൻ നോക്കുക. അത് മാത്രമാണ് മാർഗം.